ഈ പീഡനത്തിൽ സംഭവിക്കുന്ന എന്താണ്? ഉസ്താദുമാർക്ക് സത്യത്തിൽ ഒരു പ്രചോദനം തന്നെ മതം വെക്കുന്നുണ്ട്. കുട്ടികൾ, മൃഗം, രോഗിയായി കിടക്കുന്നവർ, മാനസിക വൈകല്യമുള്ള ആളുകൾ, ശവം, ഇത്രയും സംഗതികളുമായി പ്ലക്കണം, അത്രേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഇതൊരു തെറ്റാണെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതൊന്ന് കുളിച്ചാൽ മതി. അതെന്ത് വേണോ എന്ന് വിളിച്ചോ. ലീലാവിലാസങ്ങൾ ജെമിനിയോടൊക്കെ ചോദിച്ചു നോക്കാം, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന്. ഇതാണ് പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ ഇത് ഏത് മദ്രസയിലാണെന്ന് ചോദിക്കും. കൃത്യമായിട്ട് പറഞ്ഞാൽ ദിയോബന്ദ് മദ്രസ ദിയോബന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട്. അവിടെ പോവാ ചോദിക്കാം. അവിടുത്തെ കിതാബിൽ ഈ സാധനം എഴുതി വെച്ച് അവരവരുടെ ഫത്വ കൊടുക്കുന്ന ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു സൈറ്റൊക്കെ ഉണ്ട്. അതിനകത്ത് ഇത് പച്ചക്ക് എഴുതി വന്നപ്പോഴാണ് നാട്ടുകാർ അറിയുന്നത്. ഇനിയിപ്പോ ശവം പോയിട്ട് ശവത്തിന്റെ ഒരു അസ്ഥി പോലും നമുക്ക് കിട്ടില്ല. മദ്രസ അധ്യാപകരാകാൻ വേണ്ടി പോകുന്ന ഉസ്താദുമാരെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് അവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ്. എനിക്ക് തോന്നുന്നു ആരിഫിന് എപ്പോഴും കിട്ടുന്ന ഒരു ചാപ്പയാണ് സംഗീചാപ്പ. അപ്പൊ ഈ കയ്യടികളിലും എനിക്കൊരു ആ ഒരു ടച്ച് വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇപ്പൊ നിങ്ങളൊക്കെ സംഖ്യയില്ലേ? ഇതാണ് നമ്മളൊരു കാര്യം വസ്തുത പറഞ്ഞ അപ്പൊ സംഖ്യയാവും. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു കയ്യടി കിട്ടുന്ന ചില കാര്യങ്ങൾ അത് നമ്മൾ ഒരു കയ്യടി റഫീഖിന് കൊടുക്കൂ പ്ലീസ്. ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോയി. അപ്പൊ തുടങ്ങാം അല്ലേ? അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി. ക്വസ്റ്റ്യൻ നമ്പർ 1. ഈ ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പുതിയ തലമുറേന്റെ ലഹരി ഉപയോഗം. ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ മതത്തിന്റെ വക്താക്കൾ പറയുന്നത് മതവിശ്വാസമില്ല, ദൈവഭയമില്ല, അതായത് സ്വതന്ത്ര ചിന്തകരുണ്ടാക്കുന്ന ഒരു കുത്തഴിഞ്ഞ ജീവിതം. നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് അതിന്റെ ആൾക്കാർ എന്നാണ് മതത്തിന്റെ ആൾക്കാർ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ വേണോ? വേണം. ലഹരി മാത്രമല്ല ഇപ്പൊ ഈ മതം ഉപേക്ഷിച്ച ആളുകൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ വന്നൊരു വാർത്തയാണ്. സ്വകാര്യ ബസ്സിൽ 13 വയസ്സുകാരനെ നേരെ ലൈംഗിക അതിക്രമം, മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. 13 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് മദ്രസയിലൊന്നും പിള്ളേരെ കിട്ടാനില്ലെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവര് ചൂണ്ടയും വലയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ബസ്സിലും കാറിലും ട്രെയിനിലേക്കൊക്കെ. നിനക്കൊന്നും നാണയില്ലടാ. ഇല്ല, ഇതാണ് അവസ്ഥ. അപ്പൊ ഞാൻ പറയുന്നത് ലഹരി മാത്രമല്ല, മദ്രസ പീഡനം നമ്മൾ കാരണമാണ്. സ്വർണം കടത്ത് അതും നമ്മൾ തന്നെയാണ്. എന്നെ കൊലക്ക് കൊടുത്തില്ലേ നീ? നിങ്ങളുടെ കടം ഞാൻ ഇപ്പൊ വീട്ടാ. ഈ ലഹരിയുടെ കാര്യം മാത്രം നമ്മൾ എടുത്ത് പറയാം. അത് കടത്തുന്ന കാര്യവും ഉപയോഗിക്കുന്നതല്ല, കടത്തുക, അത് ഉപയോഗിക്കുന്നതും അതിൽ പെടുന്നു. അതിന്റെ കാര്യത്തിലും എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്രമാത്രം മദ്രസയിലൊക്കെ പോകുന്നു എന്ന് പറയുന്ന ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇത്രയും അധികം ആളുകൾ വരുന്നത് എന്ന് ചോദിച്ചത് ആരാ? ജിഫ്രി തങ്ങളോ പിന്നെ KT ജലീലും ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇനി പറയും, ഇതാരാണ് സത്യത്തിൽ ഇതിന്റെ പിന്നിൽ? അത് നമ്മൾ തന്നെ. ഞാൻ ഇപ്പൊ ഈ ആൽക്കഹോൾ ഉപയോഗിക്കാറില്ല. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിക്കാത്തത്? നമ്മൾ അതിന്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ടാണ്. പക്ഷെ ഒരു വിശ്വാസി എന്തുകൊണ്ടാണ് മദ്യപിക്കാത്തത്? അള്ളാഹുവിനെ പേടിച്ചിട്ടെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു. എന്തിന്? ആഖിറത്തിൽ നമുക്ക് അള്ളാഹു അത് തരുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ. അവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുടിക്കാറുണ്ട്, അവിടെ പോയിട്ട് കുടിക്കാം, അത്രേ ഉള്ളൂ. ഒരു പ്രത്യേക ജീവിതല്ലേ? എന്താ സംശയം? ഫോർ എക്സാമ്പിൾ, സ്വർഗത്തിൽ എന്തില്ല? കക്കൂസ് എന്ന് പറയുന്ന സാധനമില്ല. ഓക്കെ പോയിന്റിലോട്ട് വരാം. യഥാർത്ഥത്തിൽ നിങ്ങൾ ലഹരി വിരുദ്ധനാകണമെങ്കിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വേണം അത് ചെയ്യാതിരിക്കാൻ. പക്ഷെ അതല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മതം തന്നെ അതിന് ചില കവചം ഒരുക്കി കൊടുത്ത് അതിന്റെ സുരക്ഷയിലാണ് നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മദ്രസ പീഡനത്തിന്റെ കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് മദ്രസ പീഡനം ഒരു വലിയ പ്രശ്നമായി വരുന്നത്? ഞാനേ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ഉസ്താദുമാർക്ക് സത്യത്തിൽ ഒരു പ്രചോദനം തന്നെ മതം വെക്കുന്നുണ്ട്. കുട്ടികൾ, മൃഗം, രോഗിയായി കിടക്കുന്നവർ, മാനസിക വൈകല്യമുള്ള ആളുകൾ, ശവം, ഇത്രയും സംഗതികളുമായി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഇതൊരു തെറ്റാണെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതൊന്ന് കുളിച്ചാൽ മതി. ഇതാണ് പഠിപ്പിക്കുന്നത്. മദ്രസ ദിയോബന്ദ് അവിടുത്തെ കിതാബിൽ ഈ സാധനം എഴുതി വെച്ച് അവരവരുടെ ഫത്വ കൊടുക്കുന്ന ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു സൈറ്റൊക്കെ ഉണ്ട്. അതിനകത്ത് ഇത് പച്ചക്ക് എഴുതി വന്നപ്പോഴാണ് നാട്ടുകാർ അറിയുന്നത്. സച്ചി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. തീർന്നില്ല. അങ്ങനെ അത് അറിഞ്ഞതിന്റെ പേരിൽ നമ്മളുടെ രാജ്യത്തുള്ള NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അവർ ഈ സാധനം ഒരു പരാതിയായിട്ട് ലഭിക്കുകയും അവരത് അന്വേഷിക്കുകയും അതിന്റെ പേരിൽ ഈ സാധനം അവരുടെ സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇതാണ് ഉണ്ടായത്. അപ്പൊ ഈ മദ്രസയിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ് ഈ സംഗതി. ഇങ്ങനെ കഥ പറഞ്ഞ് ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് പകരം
നീ എന്നെ ഒറ്റയടിക്കുന്നു കൊല്ലടാ. ഒരു മദ്രസ മേഖലയിൽ ഇതുപോലെ ഒരു പീഡനം തടയാൻ നമ്മുടെ നാട്ടിലെ നിയമം വർക്കൗട്ട് ആവുന്നില്ല. ഇത് സംബന്ധിച്ചത് ഞാനോ പറഞ്ഞത് ഞാനോ അല്ല, കെ ടി ജലീല പറഞ്ഞത്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി മറന്നുപോയതാ. കെ ടി ജലീൽ പറഞ്ഞെന്താ, ഈ മയക്കുമരുന്ന് കടത്തിൽ മുസ്ലിങ്ങൾ കൂടുതലുണ്ട്, ഇത് തടയാൻ ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഒരാൾ പറയുന്നത് എന്താണ്, നമുക്ക് കൂടുതൽ മദ്രസ വേണമെന്നാ പറയുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയാറ് ഈ മദ്രസ എന്ന് പറയുന്നത് ഒരു എലിപ്പെട്ടിയാണ്. എലിക്കുട്ടിയുടെ ബാപ്പയമ്മയും കൊണ്ട് കയറ്റി വിടാണ് എലിപ്പെട്ടിയിലേക്ക്, ആച്ചല്. അതിനകത്തൊരു ഉസ്താദും ഉണ്ട്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ മാനവിക വിരുദ്ധൻ ആയിക്കോട്ടെ. തങ്കക്കുടവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. ഇന്ന് ഉസ്താദുമാരെ പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്തിരിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. പോക്സോ കേസല്ല, എന്താണെന്നറിയാം, CCTV ഒന്നല്ല. ഇതെങ്ങാനും ആ ടീമിന്റെ അടുത്തേക്ക് എത്തി അവരത് നാട്ടിൽ പാട്ടാക്കൂലേ? ഏത് ടീം? നമ്മള്. നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. അനിയാ നിൽ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഒരു എക്സ് കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ കണ്ടു ആരിഫിന്റെ പോസ്റ്റിൽ. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ്, പാർട്ടി മെമ്പറാണ്. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ നമ്മളിങ്ങനെ തകർക്കുക വഴി ആ സ്പേസിലേക്ക് കയറി വരുന്നത് ഈ മതരാഷ്ട്രീയ പാർട്ടിക്കാരില്ലേ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അതിലൊരു ചതി ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണം ഇല്ലെങ്കിൽ മതരാഷ്ട്രം പാർട്ടികൾ അല്ലെങ്കിൽ ഈ മത ബേസിസ് ഉള്ള സാധനങ്ങൾ കൈയടക്കുകയല്ല ചെയ്യുന്നത്. മത ലക്ഷ്യമുള്ള പാർട്ടികൾ അവർക്ക് സമൂഹത്തിൽ വേറുറപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ പുറത്ത് കയറി നടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. മനസ്സിലായില്ല. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടിയിട്ട് പൊതിരെ തല്ലിക്കൊന്നിട്ടുള്ളത് ഇസ്ലാമിസ്റ്റുകളാണ്. നീ എന്തൊരു വൃത്തികേടായി കാണിച്ചത്. ഇത് തല്ലുന്നതിന് തൊട്ട് മുന്നേ വരെ ഇവർ രണ്ടുപേരും പക്കാ ദോസ്തുകളായിരുന്നു. ഉദാഹരണം ഇറാൻ, ഉദാഹരണം ഈജിപ്ത്, ഉദാഹരണം അഫ്ഗാനിസ്ഥാൻ. ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാം. ഈ 3 സ്ഥലത്ത് മാത്രം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടിയിട്ട് പൊതിരെ തല്ലിക്കൊന്നിട്ടുള്ളത് ഇസ്ലാമിസ്റ്റുകളാണ്. നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെയുണ്ട്, ഇന്തിഫാദ എന്ന് പറയുന്ന ഒരു വാക്ക്. ഈ വാക്ക് തന്നെ ഉദയം ചെയ്യുന്നത് ഈജിപ്തിലാണ്. കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്ത വാക്കാണത്. പക്ഷെ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ അത് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അതിന് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. എങ്ങനെ അവർക്ക് ഉപയോഗിക്കാൻ പാകത്തിനായത്? അന്നുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ കൂട്ടത്തോടെ കൊന്നുതള്ളി. കൂട്ടത്തോടെ കൊന്നുതള്ളുക എന്ന് പറഞ്ഞാൽ ചില്ലറ തള്ളലൊന്നുമല്ല. ഈവൻ സദ്ദാം ഹുസൈൻ അടക്കം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒരു പൊട്ടന പറയണമെന്ന് തോന്നുന്നത് യൂസ്ഫുൾ ഇഡിയറ്റ്സ് എന്നാണ് നമ്മൾ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കേണ്ടത്. മുതലാളി വിഷമായില്ലല്ലോ അല്ലേ? നീ വിഷമിക്കാണ്ടിരിക്കും. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഇന്ന് അങ്ങനെയാണ് ലോകത്ത് ഇടതുപക്ഷം പൊതുവെ അറിയപ്പെടുന്നത്, യൂസ്ഫുൾ ഇഡിയറ്റ്സ്. ഓക്കെ, എനിക്ക് ഇത് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ നാട്ടിലൊരു ഇത്ര അടുത്തുനിന്ന് കേൾക്കുന്ന ആദ്യമായിട്ടാണ്. കഴിഞ്ഞ തവണ എനിക്ക് ഇത് തന്നെ കിട്ടിയത്. ശരി, അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കും. ശരിക്കും സംഘികളിൽ നിന്ന് ഫണ്ട് കിട്ടുന്നുണ്ടോ? അതൊരു ചോദ്യമാണ്. ഞാനത് കുറെ കിട്ടിയിട്ടുണ്ട്. ശരി, എത്ര കിട്ടിയത്? 10 രൂപ. ആ രൂപയ്ക്ക് ഞാൻ ഫെയർ ആൻഡ് ലവ്ലി വാച്ച് തേച്ച് കളഞ്ഞ് കുറച്ച് കൂട്ടി പറ. 10 lakh. അതേടാ. ഓ ശരി, കുറച്ച് തരണം കേട്ടോ. ഞാൻ പറഞ്ഞത് സംഘി ഫണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം. ആളുകള് എന്തൊക്കെ കഥയല്ല അടിച്ചിറക്കുന്നത്. ഞാൻ നേരിട്ട് അവരോട് ചോദിച്ചു, സത്യത്തിൽ നിങ്ങൾ വല്ല ഫണ്ടും കൊടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. കാരണം ഇത് എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് അഖിലയുടെ വീട്ടിൽ പോകാനുള്ള ഒരു അവസരം ഉണ്ടായി. അഖില അന്ന് ഈ BJP അല്ലെങ്കിൽ ഈ RSS സംഘപരിവാർ സർക്കിളിലാണ്. അവരുടെ ഒരു നിരീക്ഷണത്തിലും സംരക്ഷണത്തിലൊക്കെയാണ് അന്ന് അവരവിടെ നിലനിൽക്കുന്നത്. നമ്മൾ അവരുടെ തിണ്ണയിലേക്ക് കയറുമ്പോൾ ഒരു ഇതുപോലെ ഒരു കസേര, നമ്മളെ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കസേര ഒരെണ്ണം ഇടാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. അങ്ങനത്തെ ഒരു വളരെ ചെറിയൊരു വീടും വളരെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു ആൾക്കാർ. എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേരെ. സെയിം സംഗതി ഒരു ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിന്റെ ഒരു അണ്ടറിലായിരുന്നു എന്ന് വിചാരിക്കാം. ഈ വീടൊന്നും ഇങ്ങനെ ആയിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം നമ്മൾ ഇത്തരം സംഗതികളിലൂടെ വന്നിട്ടുള്ളതാണ്. ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ആളുകളെ എങ്ങനെയാണ് ഇത്തരം സംഘടനയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ വീട് വെച്ച് കൊടുക്കാനും പൈസ കൊടുത്തുകൊണ്ട് സംരക്ഷിക്കാനും ഒക്കെ മുന്നോട്ട് വരുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയുന്നതാണെന്ന് മാത്രമല്ല, സക്കാത്തിന്റെ അവകാശികളിൽ ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിനോട് അടുത്ത് വന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കുക. ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മെയിൻ പണിയാണ്. എന്നുവെച്ചാൽ മതത്തിലേക്ക് ആളെ കൂട്ടുക എന്നുള്ളത് ഇവരുടെ പണിയായതുകൊണ്ട് അതിനു വേണ്ടി ഫണ്ട് സ്ഥിരമായിട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത് ഇപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മളിത് കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു വശത്ത് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുള്ളതുകൊണ്ട് എന്റെ മനസ്സിലെ തോന്നല സ്വാഭാവികമായിട്ടും നമ്മളിത് ചെയ്യുമ്പോൾ അതും ഇതുകൊണ്ടായിരിക്കും, ഈ ഫണ്ട് ഉള്ളതുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് എന്ന ഒരു സ്വാഭാവികമായൊരു സംശയം അതാണ് അവിടുന്ന് വരുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മളത് കാര്യമായിട്ട് എടുക്കാറില്ല എന്നതാണ്. വേറൊരു കാര്യം കൂടി ഉള്ളത്, ഇങ്ങനെ ഒരു ഫണ്ടിങ്ങിന്റെ വിഷയം വരുമ്പോൾ നമ്മളിവിടെ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ NIA-യും അതുപോലെ ED ഒക്കെ പുറത്തേക്ക് വിട്ട ചില കണക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേരളത്തിൽ നിന്ന് മാത്രമാണ് 10,000-ഓളം ബാങ്ക് അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇവിടുന്ന് എന്തിനാണ് ഈ ഫണ്ട് മുഴുവൻ ഇങ്ങോട്ടേക്ക് സൈഫൺ ചെയ്യുന്നത്? ഇവിടുത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ പണി മുഴുവൻ ഒപ്പിച്ചിട്ടുള്ളത്. ഈ കളിയുടെ അവസാനം എങ്ങനെയാണെന്ന് സാറിന് വല്ല പിടിയുണ്ടോ? ഇതേപോലെ വേറെ എവിടെയെങ്കിലും ഇത്തരം സംഗതികൾ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതിനു വേണ്ടി ഇത്രമാത്രം ഓർഗനൈസ്ഡ് ആയിട്ട് ചില ഫണ്ടിങ്, ഹവാല പരിപാടിയും ഇടപാടും ഇത് നമ്മൾ കാണുന്നില്ല. കാണുന്നത് മുഴുവൻ ഇപ്പോഴത്തെ സൈഡിൽ മാത്രമാണ് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇനി പറയും. അതിൻ്റെ പേരിൽ നിങ്ങൾക്കും അതുള്ളതുകൊണ്ടാകാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊന്നും പറയാനില്ല. അത് നിങ്ങളുടെ ഒരു ആശയമായിട്ട് ഇരിക്കട്ടെ എന്നുള്ളത്. ഇനി അഥവാ ആർക്കും കിട്ടിയ കുറച്ച് ഷെയർ തന്നാൽ നല്ല കാര്യം. ഓക്കെ, ഞാൻ അപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴും പറയുന്നു, ഒന്നും അവസാനിച്ചിട്ടില്ല. മിസ്റ്റർ പ്രേംകുമാർ, ഇനി നമ്മുടെ പരിപ്പ് ഈ നാട്ടി വേവും തോന്നുന്നില്ല. ഞങ്ങൾ ഉടനെ സ്ഥലം വിടുവേ. അയ്യോ, അപ്പൊ ഞാന് എല്ലാം നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനം. രക്ഷപ്പെട്ടോ.